സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നാട്ടിലാണിപ്പോൾ. കഴിഞ്ഞ ശനിയാഴ്ച വെള്ളിയാഴ്ച നാട്ടിലെത്തി. ശനിയാഴ്ച ഒരു കല്യാണം ഉടയ്ക്കാം, ഇനി നാളെ ചൊവ്വാഴ്ച ഒരു കല്യാണം. ഇതിനു വേണ്ടിയാണ് ഒരു 4-5 ദിവസത്തേക്ക് നാട്ടിൽ വന്നത്. കല്യാണം ഉടക്കിക്ക് ചെന്നപ്പോൾ പരിചയമുള്ള ചിലർ, ഞാൻ റാന്നിക്കാരനാണെന്ന് അറിയാവുന്ന ചിലർ ചോദിച്ചു, റാന്നിയിൽ പോയോ? റാന്നി മുഴുവൻ മുങ്ങിക്കിടക്കുകയല്ലേ? ഒരു പ്രളയകാലത്താണ് നാട്ടിലെത്തിയത്. മുംബൈയിൽ നിന്ന് പുറപ്പെടുമ്പോൾ പ്രളയം ഇവിടെ ഇങ്ങനെ ശക്തമായിട്ടുണ്ടെന്നോ ഉണ്ടാകുമെന്നോ ഒന്നും ഒരു സൂചനയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു മാനസിക മുൻകരുതൽ ഒന്നുമില്ലാതാണ് നാട്ടിൽ വന്നത്. റാന്നിക്കാരനാണെങ്കിലും റാന്നിയിൽ പോയില്ല, അതിനുള്ള സമയം ലഭിച്ചില്ല. പക്ഷേ റാന്നിയിലെ പ്രളയ വാർത്തകൾ പല മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. താഴ്ന്ന പല പ്രദേശങ്ങളും മുങ്ങിപ്പോയിരിക്കുന്നു. റാന്നിക്കാരനായ എനിക്ക് റാന്നിയിലെ പ്രളയത്തിൻ്റെ കുറേ ഓർമ്മകളുണ്ട്. ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് അതൊന്ന് പങ്കുവെക്കാമെന്ന് ആഗ്രഹിച്ചു. റാന്നിയിൽ ആദ്യമായിട്ടൊന്നുമല്ല പ്രളയമുണ്ടാകുന്നത്. പക്ഷേ 2018 പ്രളയത്തിലും 2026 പ്രളയത്തിലും റാന്നിയുടെ പേര് ഇങ്ങനെ മുഴങ്ങിക്കേൾക്കുകയാണ്. നമ്മുടെ ദക്ഷിണേന്ത്യൻ നാഷണൽ മീഡിയ പോലും റാന്നിയിലെ പ്രളയം പറയുന്നു. അപ്പോൾ റാന്നി ഇങ്ങനെ പ്രളയത്തിന് കുപ്രസിദ്ധിയുള്ള സ്ഥലമാണോ? എന്തുകൊണ്ടാണ് റാന്നിയിൽ പമ്പയാറ്റിൽ നിന്ന് പെട്ടെന്ന് വെള്ളം കയറുന്നത് എന്ന ചോദ്യം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ റാന്നിക്കാരൻ എന്ന നിലയിൽ പഴയ പ്രളയ ഓർമ്മകൾ ഒന്ന് തപ്പിയെടുത്ത് പറയാമെന്ന് വിചാരിച്ചു. അതിനകത്ത് വളരെയധികം ആത്മിക ഉത്തേജനം നൽകുന്ന ഒരു പ്രളയ കഥയുണ്ട്, റാന്നിക്കാരുടെ ഒരു ആത്മിക പ്രളയ കഥ. അതുകൂടെ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത് തന്നെ പറയാം, പ്രളയമൊന്നും റാന്നിക്കാർക്ക് പുതിയ കഥയല്ല. എൻ്റെ അമ്മച്ചിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് 98 99 എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് കലണ്ടറിൽ 98 99 കേട്ടോ. മലയാള മാസം അങ്ങ് പണ്ട് 99 വെള്ളപ്പൊക്കം എന്നൊക്കെയാണ് പറയുന്നത് എന്ന് തോന്നുന്നു. ആ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ വലിയ പ്രളയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ അമ്മച്ചിയൊക്കെ പറയാറുണ്ട്. ഞങ്ങളുടെ ആ നാട്, അമ്മച്ചിയൊക്കെ താമസിച്ച നാട് കരിമ്പിനാങ്കുഴി എന്ന ഒരു ലോക്കൽ പേരിലാണ് അറിയപ്പെടുന്നത്. ആ പേരിപ്പോൾ ആളുകൾക്ക് അറിയാമെന്ന് പോലും എനിക്കറിയില്ല. ആ ദേശം മുഴുവൻ ഇപ്പോൾ ഒന്നിച്ച് ഏഴോലി എന്നറിയപ്പെടുന്നത്. ഏഴോലിയുടെ ഒരു ഭാഗമാണ് അമ്മച്ചിയുടെ കുടുംബക്കാരൊക്കെ താമസിച്ചിരുന്ന കരിമ്പിനാങ്കുഴി. കരിമ്പിനാങ്കുഴി എന്ന് പേര് പറയാൻ കാരണം കരിമ്പ് കൃഷിയായിരുന്നു അവിടെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ആ കണ്ടങ്ങളിലൊക്കെ കരിമ്പ് വിളയിക്കുന്ന കണ്ടങ്ങളായിരുന്നു. ഞാൻ ഇന്നലെ ഈ കേരളത്തിലെ മധ്യതിരുവിതാംകൂറിലെ ചില സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ വണ്ടിയിലിരുന്നുകൊണ്ട് സാൻഡി പറഞ്ഞു, എന്തൊരു പച്ചപ്പാണ്, എന്തൊരു ഗ്രീനറിയാണ് കേരളത്തിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം റബ്ബർ എസ്റ്റേറ്റുകളാണ്. ഈ റബ്ബർ എസ്റ്റേറ്റുകളുടെ ഗ്രീനറിയാണ് ഇന്ന് നമ്മൾ കാണുന്ന കേരളത്തിലെ പല സ്ഥലങ്ങളിലെ ഗ്രീനറി എന്ന് പറയുന്നത്. ശരിക്കും ഈ റബ്ബർ മരങ്ങൾ കേരളത്തിലില്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എങ്ങനെ കാണപ്പെടുമായിരുന്നു? ഒരുപക്ഷെ തെങ്ങും കരിമ്പും ഒക്കെ വിളയുന്ന ആ പഴയകാലം പോലെ കാണുമായിരുന്നു. എന്താണെങ്കിലും അമ്മച്ചിയുടെയൊക്കെ ഓർമ്മയിൽ അമ്മച്ചി പറയാറുണ്ട്, ഈ കരിമ്പിനാങ്കുഴിയിൽ ഞങ്ങളുടെ ആ കരിമ്പ് പാടത്തിൽ വരെ വെള്ളം കയറിയ അനുഭവമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എനിക്കറിയില്ല ഈ പറഞ്ഞ 2018 അല്ലെങ്കിൽ ഈ പറഞ്ഞ 2026 കരിമ്പിനാങ്കുഴി വരെ വെള്ളം കയറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് അടുത്തൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ റാന്നിയെ സംബന്ധിച്ചിടത്തോളം വെള്ളപ്പൊക്കം പുതിയ കാര്യമൊന്നുമല്ല. എൻ്റെ ചെറിയ പ്രായത്തിൽ വെള്ളം പൊങ്ങിയെന്ന് കേൾക്കുമ്പോൾ വെള്ളം പൊങ്ങിയത് കാണാൻ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആളുകൾ വന്നിട്ട് പറയും, വെള്ളം മുങ്ങിയിട്ടുണ്ട് കേട്ടോ, പമ്പയാട് കര കവിയുകയാണ്. അങ്ങനെ ഞങ്ങൾ വെള്ളം കാണാൻ പോകും. അപ്പോഴേക്കും ബസ്സുകളൊക്കെ മുടങ്ങിയിരിക്കും, നടന്നു പോകണം. ഒരു 2-3 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വെള്ളം പൊങ്ങിയ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. പമ്പയാറ്റിൽ നിന്ന് വെള്ളം കരകവിഞ്ഞ് ഞങ്ങളുടെ ആ ഏരിയയിലൂടെ ഒഴുകുന്ന വലിയ തോടും കരകവിഞ്ഞ്, ഞങ്ങളൊക്കെ കാളച്ചന്ത എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെയുണ്ട്. കാളച്ചന്തയിൽ വെള്ളം കയറിയെന്ന് ആളുകൾ പറയും. പിന്നീട് ആളുകൾ പറയും ബണ്ട് പാലത്തിൻ്റെ അവിടെയും വെള്ളം കയറിയെന്ന്. അങ്ങനെ ഞങ്ങൾ ബണ്ട് പാലം ഏതാണ്ട് ഒരു 2-3 കിലോമീറ്റർ ദൂരമാണ്. ബണ്ട് പാലത്തിൻ്റെ അവിടം വരെ പോയിട്ട്
ബണ്ടുപാലത്തിൻ്റെ 2 ഭാഗവുമുള്ള റബ്ബർ തോട്ടങ്ങളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിലെ കഥകളാണ് പറയുന്നത് കേട്ടോ. അന്ന് വെള്ളം പൊങ്ങുന്നത് കാണാൻ പോയ അനുഭവങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇപ്പോഴും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറുന്നുണ്ട്. പക്ഷേ പ്രകടമായ ഒരു വ്യത്യാസമുണ്ടായത് അന്നത്തെ റാന്നിയല്ല ഇന്നത്തെ റാന്നി. ഒത്തിരി നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ നടന്നിരിക്കുന്നു. പുതിയ വീടുകൾ, പല വീടുകളും പലപ്പോഴും റോഡ് സൈഡൊക്കെ പരിഗണിച്ച് എക്സ്പോഷറുള്ള ഏരിയ ഒക്കെ പരിഗണിച്ച് വെച്ചതുകൊണ്ട് ഈ പറയുന്ന വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് അങ്ങനെയുള്ള വീടുകളൊക്കെ വന്നത്. പിന്നെ പുതിയ റോഡുകൾ വന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ റാന്നിയുടെ ആ ഭൂപ്രകൃതിയിലൊരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പഴയതുപോലെ വെള്ളം ഒഴുകാനുള്ള സ്ഥലങ്ങൾ മാറിപ്പോയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ വീടുകൾ പലതും പുതിയത് വെച്ചത് താഴ്ന്ന പ്രദേശത്തായതുകൊണ്ട് കൂടുതൽ ഈ വെള്ളപ്പൊക്കത്തിന് അത് വൾണറബിളാണ്, എക്സ്പോസ്ഡ് ആണ് എന്നതും ഒരു സത്യമാണ്. അങ്ങനെ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പ്രളയം, പണ്ടും പ്രളയമുണ്ട്, പക്ഷേ റാന്നിയെ പ്രളയത്തിൻ്റെ കാര്യത്തിൽ കുപ്രസിദ്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ചില ആളുകളുടെ അഭിപ്രായമാണ് കേട്ടോ. പണ്ട് പമ്പയാറ്റിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ മണലൂറ്റുമായിരുന്നു, മണൽ വാരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മണൽ അങ്ങനെ വാരാൻ പറ്റാത്തത് കൊണ്ട് ആറിൻ്റെ ആഴം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കിഴക്ക് പെയ്യുന്ന മഴ പെയ്തു തുടങ്ങുമ്പോഴേ ഈ ആഴമില്ലാത്ത പരന്നു കിടക്കുന്ന ആറ്റിൽ വെള്ളമൊഴുകുവാനുള്ള, അത്രയും വോളിയം വെള്ളം ഒഴുകുവാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് കരയിലേക്ക് വേഗത്തിൽ കവിഞ്ഞ് കയറുന്നു. ഈ ആറ്റിൽ നിന്ന് മണൽ വാരുന്നത് നിരോധിച്ചത് പാരിസ്ഥിതികമാകുന്ന പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്. കാരണം മണൽ വാരി കഴിഞ്ഞാൽ ആറിന് ആഴം വർദ്ധിക്കും. അങ്ങനെ ആഴം വർദ്ധിച്ചാൽ ആറിൻ്റെ അരികിലുള്ള വീടുകളിൽ പോലും ഒരുപക്ഷെ ഈ ഭൂഗർഭ ജലത്തിൻ്റെ അളവ് കുറയുന്നതുകൊണ്ട്, ആ വാട്ടർ ലെവൽ താഴുന്നത് കൊണ്ട് കിണറുകൾ വേഗത്തിൽ വറ്റുന്നു. ഇങ്ങനെയുള്ള കംപ്ലൈൻ്റൊക്കെ പറഞ്ഞാണ് ഈ പറഞ്ഞതുപോലെ ആറ്റിലെ മണൽ വാരുന്നത് നിർത്തിയത്. പക്ഷേ അതിൻ്റെ ഒരു ദൂരവ്യാപകമായ ഫലം എന്തെന്ന് ചോദിച്ചാൽ, മണൽ വാരാതിരുന്നപ്പോൾ ആറുകളിൽ മണൽ നിറയാൻ തുടങ്ങി, ആറിൻ്റെ ആഴം കുറയാൻ തുടങ്ങി. അത് മറ്റൊരു വിധത്തിലുള്ള ഒരു പാരിസ്ഥിതിക പ്രശ്നമായിട്ട് പുതിയതായിട്ട് അവതരിക്കുവാനിടയായി തീർന്നു. വെള്ളം മഴ പെയ്തു തുടങ്ങിയാൽ ഉടനെ ഈ പറഞ്ഞ ബണ്ടുപാലവും പിന്നെ ഞങ്ങളുടെ നാട്ടിലെ കാളച്ചന്തയും ഒക്കെ കവിഞ്ഞ് അന്ന് അവിടെ കൊണ്ടൊക്കെ നിൽക്കുന്നതാണ്. ഇങ്ങനെ മേളിലോട്ട് ഞങ്ങളുടെ കരിമ്പനാങ്കുഴി ഭാഗം വരെ അല്ല, ഈ റാന്നിയുടെ മറ്റ് പല ഭാഗത്തേക്കും കയറാൻ തുടങ്ങി. അവിടെയൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ഏത് മാനുഷികമാകുന്ന തീരുമാനത്തിനും പ്രകൃതി കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. മണൽ വാരിയാൽ പ്രശ്നം, മണൽ വാരിയില്ലെങ്കിൽ പ്രശ്നം. പല പുഴകളും നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നതാണല്ലോ. ആ പുഴകൾക്കകത്ത് തന്നെ മണൽ കുമിഞ്ഞുകൂടി ചെറിയ ചെറിയ ദ്വീപുകൾ രൂപപ്പെടുന്നു. ആ പുഴയുടെ ഗതിക്ക് തന്നെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിന് തന്നെ അത് ക്ഷീണമായിത്തീരുന്നു. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതിനൊക്കെ ഈ പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്നവർ ഇതിൻ്റെയൊക്കെ ദൂരവ്യാപകമാകുന്ന ഫലം എന്താണെന്ന് മനസ്സിലാക്കി പാരിസ്ഥിതികമാകുന്ന പഠനങ്ങൾ നടത്തി ശരിക്കും യുക്തിപൂർവമുള്ള ബുദ്ധിപൂർവമുള്ള തീരുമാനമെടുത്തെങ്കിലേ ഇത്തരം കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രളയം എന്തുകൊണ്ട് ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഇപ്പോൾ വർദ്ധിക്കുന്നു എന്നതിന് എൻ്റെ ഒരു നിരീക്ഷണം പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവിടെ നിർത്തുകയാണ്. ഇനിയും പറയാനുള്ളത് റാന്നിയുടെ ഒരു പ്രളയ ആത്മിക കഥയാണ്. ഇത് പെന്തക്കോസ്ത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു കഥയാണ്. പണ്ടെങ്ങോ ഉണ്ടായ ഒരു പ്രളയകാലത്തെ കഥയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഭക്തന്മാരായ അനവധി ദേവദാസന്മാർ ജീവിച്ചിരുന്നു. നമ്മൾ ഈ പെന്തക്കോസ്തിൻ്റെ പിതാക്കന്മാരെന്ന് പറയില്ലേ, അങ്ങനെയുള്ള പല പിതാക്കന്മാരും ജീവിച്ച നാടാണ് റാന്നി. അതിനകത്ത് ആ കാലഘട്ടത്തിലെ വളരെ പ്രശസ്തനാകുന്ന പ്രവാചകനായിരുന്നു കാരമ്മേലിൽ മത്തായി ഉപദേശി. കാരമ്മേലിൽ മത്തായി ഉപദേശിയുമായി ബന്ധപ്പെട്ട അസാധാരണമാകുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പ്രളയകഥയാണ് എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്. റാന്നിയുടെ പ്രളയകഥ പറയുമ്പോൾ പ്രേക്ഷകരുമായിട്ട് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരമ്മേലിൽ മത്തായി ഉപദേശി എൻ്റെ വല്യപ്പച്ചൻ്റെയൊക്കെ അതല്ലെങ്കിൽ എൻ്റെ വല്യപ്പച്ചൻ്റെയൊക്കെ മാനസാന്തരത്തിനും ഒക്കെ പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിക്കുന്നതിനൊക്കെ വലിയ സ്വാധീനമായി തീർന്ന ഒരു ദേവദാസനാണ്. എൻ്റെ പപ്പയും അമ്മച്ചിയും ഒക്കെ
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് കാരമേലിൽ മത്തായി ഉപദേശിയുടെയൊക്കെ ഒരു ശുശ്രൂഷയിലൂടെയാണ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബവുമായി വളരെ അടുപ്പമുള്ള കാരമേലിൽ കുടുംബത്തിലെ ഞങ്ങൾ ഒരു നാട്ടുകാർ കാരമേലിൽ മത്തായി ഉപദേശിയുടെ കഥ ഇങ്ങനെയാണ്. അന്ന് ഉണ്ടായ ഒരു പ്രളയത്തിൽ ദീർഘവർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, ഈ കാരമേലിൽ മത്തായി ഉപദേശി റാന്നിയുടെ കിഴക്കൻ ഭാഗത്ത് പമ്പാവലിയിലോ തുലാപ്പള്ളിയിലോ എവിടെയോ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോയിരിക്കുകയാണ്. ആ കാലത്ത് ഈ ഇന്നത്തെ പോലെ ഫോണുള്ള കാലമൊന്നുമല്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ഇത് എനിക്ക് തോന്നുന്നു ഒരു 80-85 വർഷം മുമ്പ് സംഭവിച്ച ഒരു അനുഭവമാണെന്നാണ് ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം കാരമേലിൽ മത്തായി ഉപദേശിയുടെ മകൻ്റെ ജനനവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ ഒരു കഥ അനുഭവം ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു 85 വർഷമെങ്കിലും പഴയ ഒരു കഥയാണിത്. അങ്ങനെ മത്തായി ഉപദേശി ഈ പമ്പാവാലിയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണ്. അവിടെ ശുശ്രൂഷ നടക്കുമ്പോൾ അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, വേഗത്തിൽ വീട്ടിലെത്തണം. അന്ന് ഈ പറഞ്ഞ SMS അല്ലെങ്കിൽ വാട്സപ്പോ ഒന്നുമില്ലല്ലോ, പരിശുദ്ധാത്മാവാണ് പറയുന്നത് വേഗത്തിൽ വീട്ടിലെത്തണം. മെസ്സേജ് കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നി പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ കാരമേലിൽ മത്തായി ഉപദേശിയുടെ കൊച്ചുമകനാണ് അമേരിക്ക ന്യൂയോർക്കിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ഫിനി ഷാമുവേലിൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിലുള്ളൊരു അനുഭവമായിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ശമുവേൽ അങ്കിളിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10-85 വർഷങ്ങൾക്കൊക്കെ പിന്നിലായിരിക്കാം ഈ ഒരു സംഭവം നടന്നത് എന്ന് ഞാൻ പറഞ്ഞത്. എന്താണെങ്കിലും കാരമേലിൽ മത്തായി ഉപദേശിയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു വേഗത്തിൽ വീട്ടിലെത്തണം. കാരണം തൻ്റെ പത്നി ഫുൾ ടൈം ക്യാരി ചെയ്യുന്ന സമയമാണ്. അദ്ദേഹം വേഗത്തിൽ തന്നെ അവിടെ നിന്ന് പമ്പാവലിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. നമുക്കറിയാമല്ലോ, ഇന്നത്തെ പോലെ വാഹന സൗകര്യമൊന്നുമില്ല. വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയോ അറിയില്ല, കാളവണ്ടിയൊക്കെ പിടിച്ചായിരിക്കാം റാന്നി ഇട്ടിയപ്പാറയിലെത്തി. അർദ്ധരാത്രിയായി. ആ സമയം കൊണ്ട് റാന്നിയിൽ ശക്തമായ മഴ പെയ്യുകയാണ്. കിഴക്കും വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ റാന്നി പമ്പാ നദി കരകവിഞ്ഞ് ഒഴുകുന്നു. പമ്പാ നദിയുടെ ഒരു കൈവഴിയാകുന്ന, അല്ലെങ്കിൽ അതിനെ ഒരു പോഷക നദിയെന്ന് പറയാനൊക്കത്തില്ല, തോടാകുന്ന വലിയ തോട് കരകവിഞ്ഞ് ഒഴുകുന്നു. വലിയ തോടിൻ്റെ കുറുകെ ഒരു പാലമുണ്ട്. ഈ പാലം കടന്നിട്ട് വേണം ഞങ്ങളൊക്കെ താമസിക്കുന്ന ഏഴൂലിൽ, കാരമേലിൽ മത്തായി ഉപദേശി അന്ന് കരിമ്പലാവിലാണ് താമസിക്കുന്നത്, അവിടെ എത്തുവാൻ ഈ വലിയ തോടിൻ്റെ പാലം കടക്കണം. അർദ്ധരാത്രിയിൽ കാരമേലിൽ മത്തായി ഉപദേശി ഈ വലിയ തോടിൻ്റെ പാലത്തിൻ്റെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, രാത്രിയിൽ തകർത്ത് പെയ്ത മഴയിൽ വലിയ തോടിൻ്റെ പാലം ഒഴുകിപ്പോയിരിക്കുന്നു, ഇനിയും മുന്നോട്ട് സഞ്ചരിക്കുവാൻ കഴിയില്ല. രണ്ട് കരയും കവിഞ്ഞ് ഈ പറഞ്ഞതുപോലെ വലിയ തോട് ഒഴുകുകയാണ്. ഈ പറഞ്ഞ കാളച്ചന്തയോ ബണ്ടുപാലമോ ഒക്കെ എന്ന് ഞാൻ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കവിഞ്ഞ് ഈ പറഞ്ഞ വലിയ തോട് ഒഴുകുകയാണ്. അദ്ദേഹത്തിനാണെങ്കിൽ വേഗത്തിൽ വീട്ടിലെത്തണം. പരിശുദ്ധാത്മാവ് നിയോഗം നൽകി അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് എത്തുവാൻ ഓടിയെത്തിയതാണ്. ഇതാ വഴി മുടങ്ങിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയുമോ? ഈ വലിയ തോടിൻ്റെ ഒരു കരയിലിരുന്നു കൊണ്ട് കാരമേലിൽ മത്തായി ഉപദേശി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങി. ഇത് അസാധാരണമായ ഒരനുഭവമാണ്. ഈ സ്തുതിയും ആരാധനയും അന്യഭാഷയും ഒക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം കാണുന്നത്, അദ്ദേഹം വലിയ തോടിൻ്റെ പ്രളയം കൊണ്ട് രണ്ട് കരയും കവിഞ്ഞൊഴുകുന്ന വലിയ തോടിൻ്റെ മറുകരയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇത് യുക്തിക്ക് ഒതുങ്ങുന്നതല്ല, ഇത് സൂപ്പർ നാച്ചുറലാണ്. അതുകൊണ്ട് തന്നെ കേരള പെന്തക്കോസ്ത് ചരിത്രത്തിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പ്രസംഗിച്ച പല വേദികളിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ആത്മനിർവവും അന്യഭാഷയും എന്നൊക്കെ പറയുന്നത് കാരമേലിൽ മത്തായി ഉപദേശിയെ വലിയ തോടിൻ്റെ, അതും പ്രളയം കൊണ്ട് കരകവിഞ്ഞൊഴുകുന്ന നദി പോലെ ഒഴുകുന്ന വലിയ തോടിൻ്റെ ഒരു കരയിൽ നിന്നും അടുത്ത കരയിലേക്ക് ടെലിപ്പോർട്ട് ചെയ്ത, പണ്ട് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയെന്നൊക്കെ വേദപുസ്തകത്തിൽ വചനമില്ലേ, അതുപോലെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയതുപോലെ ഞങ്ങളുടെ നാട്ടുകാരനാകുന്ന കാരമേലിൽ മത്തായി ഉപദേശിയെ വലിയ തോടിൻ്റെ ഒരു കരയിൽ നിന്നും അടുത്ത കരയിലേക്ക് എടുത്തുകൊണ്ടുപോയ, പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോയ അസാധാരണമാകുന്ന ഒരു പ്രളയകാല ആത്മീക അനുഭവം. ഈ പ്രളയ സീസണിൽ നമ്മൾ ഒത്തിരി ദുരിതങ്ങളുടെ കഥകൾ കേൾക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ പ്രളയത്തെ അതിജീവിക്കുന്ന ഒരു കഥയല്ലേ നമ്മൾ ഓർക്കേണ്ടത്, അതല്ലേ ഓർപ്പിക്കേണ്ടത് എന്നൊരു ചോദ്യം ഞാൻ പറയട്ടെ. ഈ പ്രളയകാലത്തും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന അസാധാരണ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇന്ന് രാവിലെ ഞാൻ റാന്നിക്ക് വേണ്ടിയും പ്രളയബാധിത പ്രദേശങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യാശ, ഒരു അഷ്വറൻസ് കിട്ടി എന്ന് പറയാം. ഈ പ്രളയം അധികം
നിൽക്കത്തില്ല. ഞാൻ വിശ്വസിക്കുകയാണ് ഈ വീഡിയോ പുറത്തു വരുമ്പോൾ തന്നെ പ്രളയ ബാധിത പ്രദേശങ്ങളിൽ ഒരു ശാന്തതയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേർ ഇന്ന് കേരളത്തിലുണ്ട്. അന്ന് കാലത്ത് കാരമ്മേലിൽ മത്തായി ഉപദേശിയുടെ കാലത്തേക്കാൾ അധികമായി പ്രാർത്ഥിക്കുന്നവർ കേരളത്തിൽ ഉള്ളതുകൊണ്ട്, ഒന്നുമല്ലെങ്കിൽ ദൈവത്തെ ഭയക്കുന്ന ഭരണത്തലവന്മാർ കേരളത്തിലുള്ളതുകൊണ്ട് പ്രളയത്തിനൊക്കെ ഒരു അറുതി വരുമെന്ന് അങ്ങ് വിശ്വസിച്ച്, അങ്ങ് പ്രത്യാശിച്ച് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.